ഹലോ. ഓ അതെയോ? ഡാടാ പെട്ടെന്ന് എണീക്കടാ, റിസൾട്ട് വന്നിരിക്കുന്നടാ, എണീക്ക്. മലയാളം പാസ്, മാത്സ് ജസ്റ്റ് മിസ്. അപ്പൊ മറ്റതൊക്കെയോ? ബാക്കിയൊക്കെ കംപ്ലീറ്റ്ലി മിസ്സായടാ. നിന്റെ മലയാളം എന്റെ ദൈവമേ, ഇംഗ്ലീഷില് ഓ പോയല്ലോ. മാത്സ് എന്റെ അമ്മോ. I failed in English മച്ചാനെ. It's impossible. റിസൾട്ട് വന്നോ നോക്കടാ. ഒരുവിധം പഠിച്ച നീ തന്നെ ഫെയിലായി. അപ്പൊ പിന്നെ ഒട്ടും പഠിക്കാത്ത ഞാൻ എവിടെയാടാ പാസ്സാവണേ? ഡിസ്റ്റർബ് ചെയ്ത് വേറെ പണി നോക്കടേ. ഞങ്ങള് തോറ്റാലും കുഴപ്പമില്ല, നീ മാത്രം ജയിക്കണമെന്ന് പ്രാർത്ഥിച്ചു അല്ലേ? ആ ദൈവം കണ്ടില്ലേ, ഒരൊറ്റ ബോളിന് 4 വിക്കറ്റാ എടുത്തത്. ക്രെഡിറ്റ് കാർഡിൽ ക്രെഡിറ്റ് ഉണ്ട്, ഡെബിറ്റ് കാർഡിൽ ഡെബിറ്റ് ഉണ്ട്, പക്ഷെ മാർക്ക് ഷീറ്റിൽ മാർക്കില്ല. സബ്ജക്ട് നല്ല ഇൻട്രസ്റ്റിംഗ് അല്ലടാ. ഇനിയൊരു വർഷം കൂടി ഇരുന്ന് പഠിക്കാം. എക്സാമിൽ ഫെയിൽ ആയപ്പോ അടുത്ത് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് പോകുന്ന വഴിക്കാണ് ഒരു ടേണിംഗിൽ ഒരു ചെറിയ ചിക്കൻ എന്റെ ലൈഫിന് തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആയി മാറിയത്. നിനക്ക് ഓക്കെയാണോ? നീ അവിടെ എന്താടാ നോക്കുന്നത്? ഞാൻ നിന്നോടല്ല സംസാരിക്കുന്നേ, ഇങ്ങോട്ട് നോക്കടാ. പുറകുന്ന് കാണുമ്പോ നല്ല സൗന്ദര്യമൊക്കെ ഉണ്ടാവും, പക്ഷെ മുന്നിൽ പോയി നോക്കിയാലേ ശരിക്കുള്ള സൗന്ദര്യം മനസ്സിലാവുള്ളൂ. ഇപ്പൊ തന്നെ പോയി നോക്കിയാലേ. വീണ്ടും വീണ്ടും കാണുന്ന സ്വപ്നവും അല്ല, എപ്പോഴും കാണാൻ പറ്റുന്ന ഫിഗറും അല്ല. അവൾക്ക് കേർലിംഗ് ഹെയറും ഇല്ല, ബ്ലൂ ഐസും ഇല്ല, പക്ഷേ അവളെ കണ്ടപ്പോ എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ടായി. എക്സ്ക്യൂസ് മീ. യെസ്. ഒന്നുമില്ല, എനിക്ക് തന്നോട് ഒരു കാര്യം പറയണം. വാട്ട്? കണ്ടപ്പോ തന്നെ സ്നേഹിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാലോന്ന് തോന്നുന്നത്. പിന്നെന്താ പുറകെ നടത്തം, ഫോൺ സംസാരിക്കുക, ഒരുമിച്ച് നടക്കുക, ഫ്രണ്ട്ഷിപ്പ്, ഷോപ്പിംഗ് മോൾ, മൂവീസ്, യുനോ ഡ്രൈവ്സ് എക്സെട്ര. എന്നിട്ട് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയാത്രേ ഉള്ളൂ. പിന്നെന്തൊക്കെ പറഞ്ഞാലും താൻ എന്നെ ഫ്രണ്ട് ആയിട്ടേ കാണുന്നുള്ളൂ ഒരു ഡയലോഗ് അടിക്കും. ഇതൊക്കെ ഒരു ടൈം ടേക്കിംഗ് പ്രോസസ് അല്ലേ, അതുകൊണ്ടാണ് നേരിട്ട് കാര്യത്തിലേക്ക് വന്നത്. കണ്ടു, ഇഷ്ടപ്പെട്ടു, പ്രേമിച്ച കൊള്ളാൻ തോന്നുന്നു. നിങ്ങൾ സിനിമ കണ്ട് ഒരുപാട് വഷളായിട്ടുണ്ട്, വേറെ ആളെ നോക്കിയാൽ മതി. എല്ലാ പെൺകുട്ടികളും തന്നെ പറഞ്ഞ ഞങ്ങളെ പോലുള്ള പയ്യന്മാർ എന്താ ചെയ്യും? നിനക്ക് അത്രയ്ക്ക് സീനൊന്നുമില്ല, മാറങ്ങോട്ട്. ഹലോ, താൻ അത്ര വലിയ സൂപ്പർ ഫിഗർ ഒന്നും അല്ലട്ടോ. അപ്പൊ എന്തിനാ എന്റെ പുറകെ വരുന്നേ? എന്റെ തലയിൽ എഴുതിയത് അങ്ങനെയല്ലേ? ഇഡിയറ്റ്. ആ പെൺകുട്ടി എനിക്ക് ആദ്യം കണ്ടതിനേക്കാൾ ഒരുപാട് ഇഷ്ടമായി. എല്ലാ ഭാഗത്തേക്കും ഉന്നം വെച്ച് തന്നെയാണ് അടിക്കുന്നത്, പക്ഷെ എല്ലാം മിസ്സായിക്കൊണ്ടിരിക്കുന്നു. ഇനി ഏത് മരത്തിന്റെ അടിയിൽ ഇരുന്നാലാണോ ഐഡിയ ഉണ്ടാവുന്ന എനിക്കറിയില്ല. 10 പെൺകുട്ടികൾക്ക് വല വീശുന്നതിനേക്കാളും ഒരു പെൺകുട്ടിക്ക് 10 വല വീശിയാൽ ഏതെങ്കിലും ഒരു വലയിൽ തീർച്ചയായിട്ടും അവൾ വീഴുമല്ലോ. സോ സിംപ്ലി ആ ലോജിക്ക് ഞാൻ അപ്ലൈ ചെയ്തു. എന്നെ എന്തിനാ ഫോളോ ചെയ്യുന്നേ? ഇനി എന്റെ പുറകെ വന്ന വിവരം അറിയും പറഞ്ഞു. ഓക്കെ ചിൽ ചിൽ, അല്ലെങ്കിലേ ഭയങ്കര മര്യാദയല്ലേ. തനിക്ക് അമ്മയും പെങ്ങന്മാരൊന്നുമില്ല? എന്തുകൊണ്ടില്ല, അനിയത്തി ഉണ്ടല്ലോ. അവൾക്കേ ഏടത്തെ വേണമെന്ന് ഒറ്റക്കാലം നിൽക്കുക. തനിക്ക് ജോലിയും കൂലിയും ഒന്നുമില്ലേ? എന്തിനാ എന്റെ പുറകെ വരുന്നേ? ഞങ്ങളെ പോലുള്ള പയ്യന്മാർക്ക് നിങ്ങളെ പോലുള്ള പെൺകുട്ടികളുടെ പുറകെ നടക്കുന്നല്ലാതെ വേറെന്ത് ജോലിയുള്ള? എപ്പോഴും പുറകെ വരുന്ന നായ്ക്കുട്ടിയെ ചെയിൻ അഴിച്ചു വിട്ടാലെങ്കിലും മുമ്പിൽ വരും, പക്ഷെ താനാണെങ്കിൽ എന്റെ പുറകെ വരുന്നേ. ഞാൻ നന്ദിയുള്ളൊരു ജീവനാണ്. ഞാൻ അങ്ങനത്തെ പെണ്ണല്ല. ഞാനും അങ്ങനത്തെ ഒരു പയ്യനല്ല. ഏയ്, എന്റെ ചേട്ടൻ കരാട്ടയില് ബ്ലാക്ക് ബെൽറ്റാ, അറിയോ നിനക്ക്? നിന്റെ ചേട്ടൻ കരാത്തയില് മാത്രമാണ് ബ്ലാക്ക് ബെൽറ്റ്. ഞാൻ ഏത് പാന്റ് ഇട്ടാലും അതിൽ ബ്ലാക്ക് ബെൽറ്റ് ആയിരിക്കും. 1 സെക്കൻഡ്. ആ ബ്ലാക്ക് ബെൽറ്റ് തന്നെ. തനിക്ക് എന്താ വേണ്ടേ? ഫ്രണ്ട്ഷിപ്പ്. അല്ലെങ്കിൽ തന്നെ എന്റെ ഫോൺ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ദേഷ്യത്തിലാ. താൻ ഇനി എന്റെ കയ്യിൽ മേടിക്കൂട്ടോ. തന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് അതിന്റെ ഒരു ഭാഗ്യമാണ്. എന്ത് ഫോൺ വർക്ക് ആവുന്നില്ലേ? ഒന്ന് കാണിച്ചേ. 9848612300. റിംഗ് ആവുന്നുണ്ടല്ലോ. ഇറ്റ്സ് റിംഗിങ്. നോക്കി.
നിന്നെ കണ്ട നല്ലവനായിട്ട് തന്നെയാ തോന്നുന്നത്. നല്ലവന് ഉദാഹരണം ആക്ച്വലി എന്നെയാണ് എപ്പോഴും കാണിക്കാറ്. എങ്കിൽ പിന്നെ ഫ്രണ്ട്സ്? ഓ യാ ഫ്രണ്ട്സ്. ജസ്റ്റ് ഫ്രണ്ട്സ്? ഓക്കെ ജസ്റ്റ് ഫ്രണ്ട്സ്. അതേക്കിട്ടെ നീ ഫോൺ നമ്പർ വാങ്ങുന്നില്ലേ? എന്തിന്? ഇപ്പോഴല്ലേ തന്റെ ഫോണിൽ ഒരു മിസ് കോൾ എന്ന്. അത് മതി. ഓക്കെ ബൈ. ബൈ. വല എന്നാൽ മീന്, പ്രേമെന്ന് വെച്ചാൽ പെണ്ണ്. വീഴാതിരിക്കുവോ? എന്തായാലും വീണിരിക്കും. ഒരു പെണ്ണ് മുഖത്ത് സ്കാർഫും ധരിച്ച് ഒരു പൈന്റെ ബൈക്കിന്റെ പുറകിലിരിക്കുകയാണെങ്കിൽ അവള് പ്രേമത്തിൽ വീണെന്നാണ് അർത്ഥം. വാവ്, ഈ പ്ലേസ് നല്ല ഭംഗിയുണ്ട്. ആണല്ലേ? അതുകൊണ്ട് അവിടെ ലവേഴ്സ് കൂടുതൽ വരാറുള്ളത്. അല്ല, നിനക്ക് ലവർ ഒന്നുമില്ല? തന്റെ മുഖം എന്താ ഇങ്ങനെ മാറിയേ? ജസ്റ്റ് കാഷ്വൽ ആയിട്ട് ചോദിച്ചതാ, പറ. 1-2 ക്രഷസ് ഉണ്ടായിരുന്നു, പക്ഷെ ഹാർട്ടിൽ ഒന്നിരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ലെന്ന്. ശരി, അതൊക്കെ പോട്ടെ, ആദ്യം സിബിട്. അതിലിപ്പോ എന്താ? അയ്യോ, ഞാൻ ബാഗിന് സിബാണെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞത് നിന്റെ ബാഗിനെ കുറിച്ചാ. ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് 1/2 മണിക്കൂർ പോലും ആയില്ലല്ലോ, അപ്പോഴേക്കും വിളി തുടങ്ങിയോ? അബി, എന്ത് ചെയ്തോണ്ടിരിക്കുക? ഒന്നുമില്ല, കോഫി കുടിച്ചിട്ട് നിന്നെ കുറിച്ച് ആലോചിക്കായിരുന്നു. എന്നെ കുറിച്ച് പിന്നെ ആലോചിക്ക്. ആദ്യം നീയെ TV 9 ഒന്ന് ഓപ്പൺ ചെയ്യേ. എന്തുപറ്റി? അത് കണ്ടിട്ടേ പുറപ്പെട്ടു വരണേ. ഓക്കെ ഓക്കെ. ഒഴിഞ്ഞിരിക്കുന്ന ഗ്ലാസ് വെള്ളം പ്രതീക്ഷിക്കും. ഒറ്റയ്ക്കുള്ള പയ്യൻ ലവ് എക്സ്പെക്ട് ചെയ്യും. പക്ഷെ ഞങ്ങൾ ലവ് എന്നുള്ള യൂണിഫോം ധരിച്ച് ബാച്ചിൽ ഫ്രണ്ട്ഷിപ്പ് എന്നും പറഞ്ഞ് കുത്തി നടന്നുകൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യാനാ? ലെമൺ റൈസ് അടിപൊളി. രാത്രി ബാക്കി വന്നത് വെച്ച് ഉണ്ടാക്കിയതാ. ഓഹോ, അതുകൊണ്ടാണ് ഇത്ര ടേസ്റ്റ്. നിനക്ക് ലെമൺ റൈസ് ഒരുപാട് ഇഷ്ടമാണോ? വിശന്നാലുണ്ടല്ലോ പുലി പുല്ലും തിന്നും. അതുപോലെ വയറിന് വിശന്നാൽ എന്താണെങ്കിലും അതുപോട്ടെ, TV 9 കണ്ടായിരുന്നോ? കണ്ടതാ. നീ പറഞ്ഞിരുന്നില്ലേ ആ മേർഡർ മിസ്റ്ററി? അത് അത്ര കൊള്ളാം. ഇനി ചിലപ്പോ ആ മേർഡർ ചെയ്തത് തന്റെ ചേട്ടനാണോ? ചേച്ചേ, അല്ല. ശരി. ആ ന്യൂസ് റീഡറിന്റെ കയ്യിലുണ്ടായിരുന്ന മോതിരം നീ കണ്ടായിരുന്നോ? അമ്പലത്തിലേക്ക് പോകുന്നത് ദൈവത്തെ കാണാനാ, അല്ലാതെ പൂജാരി എന്ത് കളർ മുണ്ടാ ധരിച്ചിരിക്കുന്നൊന്നും കാണാനില്ല. നിന്റെ ഈ ഡയലോഗ് അടി ഒന്ന് നിർത്തിയിട്ടേ ഞാൻ പറയുന്ന കേക്ക്. ശരി പറ. ആ ന്യൂസ് റീഡർ ഇട്ടിരിക്കുന്ന പോലത്തെ മോതിരം എനിക്ക് ഇടാനൊരു ആഗ്രഹമുണ്ട്. ഓ, ഭയങ്കര ആഗ്രഹമാണല്ലോ. ഒരാഴ്ചക്ക് മുമ്പ് എന്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് ഫ്രണ്ടിന്റെ അടുത്ത് കുറച്ച് കാശ് വാങ്ങിച്ചത്. ഇപ്പൊ വീണ്ടും കാശ് വെച്ചോണ്ടല്ലോ എന്നെ കൊന്നുള്ളത്. ഞാൻ എന്താ ഇപ്പൊ തന്നെ വേണമെന്നോ ചോദിച്ചേ? ഒന്ന് വേഗം കഴിക്ക്, എനിക്ക് പോകാനുള്ളതാ. പ്രേമം മധുരം, ത്യാഗം അമരം. പക്ഷെ സൗഹൃദം നിരന്തരം, അധികാരം സർവാധികാരം. ഇപ്പൊ തന്നെ അയച്ചേക്കാം മച്ചാനെ, ലേറ്റ് ആകാതെ. പെട്ടെന്ന് അയച്ചേ, ഇവിടെ ഓൾറെഡി പ്രശ്നം തുടങ്ങിയടാ. ഓക്കെ ബൈ. ആഹാ, റിംഗ് എന്ന് പറഞ്ഞപ്പോ മോത്ത് എന്തൊരു സന്തോഷം. ഇനോ മഹി, പ്രേമത്തെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞവർ അതിലെപ്പോഴും തോറ്റുപോകും. എന്നാ പ്രേമത്തെ കുറിച്ച് ഒന്നും അറിയാത്തവനോ അതിലെപ്പോഴും ജയിച്ചുകൊണ്ടേയിരിക്കും. സോ പ്രേമം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിന്റെ മണ്ടത്തരത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് വെച്ച് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ പ്രണയത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും തോന്നുന്നു. നീ പെൻസിൽ ചോദിക്കുമ്പോ തന്നെ എനിക്ക് അറിയായിരുന്നു റബ്ബറും ചോദിക്കുമെന്ന്. ആഹാ, ചോദിച്ചോടനെ തരുന്ന ആളല്ലേ. ഒന്നുമില്ല, ഞാൻ എന്നോട് സംസാരിച്ചതാ. മഹി, ഒരു പ്രാവശ്യം നിന്നെ സാരി കൊടുത്ത് കാണുന്ന ആഗ്രഹം. അത് കല്യാണത്തിൽ വെച്ച് കണ്ടാ പോരെ? അടുത്തിരിക്കുന്ന വരനായിട്ടോ അല്ലെങ്കിൽ ഗിഫ്റ്റ് തരുന്ന പയ്യനായിട്ടോ? ആഹാ, എന്ത് തിരുവിനായിട്ട് വന്ന വല്ല പ്രോബ്ലം ഉണ്ടോ? കല്യാണം കഴിഞ്ഞ് കുട്ടിയുണ്ടാവാൻ 9 മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഫ്രണ്ട്ഷിപ്പിനെ പ്രണയമാക്കി മാറ്റാൻ ചില സെക്കൻഡുകൾ മതി. നിന്റെ കൈ കാണിച്ചു. ഓക്കെ, ഐ ലവ് യു വൺ. ഐ ലവ് യു ടു. കല്യാണത്തിന് ശേഷവും ഞാൻ എന്ത് ചോദിച്ചാലും നീ വാങ്ങി തരുമല്ലേ? മീന് വലയിൽ കൂടെയും കഴിഞ്ഞ പിന്നെ വെട്ടി കറി വെക്കുക, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കൺഗ്രാസ് മച്ചു, മഹീനെ വളച്ചു അല്ലേ? അതേടാ, കൺഗ്രാചുലേഷൻ മച്ചാനെ. താങ്ക് യു. അല്ല, അതെന്താ പുതിയത്? നീ ഐ ലവ് യു 1 അത്ര പറഞ്ഞു. ഷേടാ മണ്ട, നിനക്കറിയില്ലേ ഐ ലവ് യു 1 എന്ന് പറഞ്ഞ നീയാണ് എന്റെ ആദ്യത്തെ ലവർ എന്നർത്ഥം. എവിടുന്ന് വരുന്നടേ? അപ്പൊ ആ പെണ്ണ് ഐ ലവ് യു 2 എന്ന് പറഞ്ഞത് നിനക്ക് എന്തിനാടാ? ഓക്കെ, ചിയേഴ്സ് ഗയ്സ്. Cheers. ചെറുതായിട്ട് നടക്കുന്നില്ലേ? എന്റെ കൈയൊന്ന് വിടാവോ? നിന്നോടാ പറഞ്ഞ് എന്റെ കൈന്ന് വിട്. ഓ, ഐ ആം സോറി. എന്തു പറ്റി? എന്തു പറ്റിന്നോ? സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറന്ന് പെട്ടെന്ന് അടച്ചു.
റിമോട്ടില്ലാതെ തന്നെ മൂഡ് ഓഫ് ആയെന്ന് തോന്നുന്നു. ജീവിതകാലം മൊത്തം പിടിക്കേണ്ട കൈ പെട്ടെന്ന് എടുക്കുന്ന പറഞ്ഞ മൂഡ് ഓഫ് ആവാതെ പിന്നെ എന്ത് ചെയ്യാൻ? എനിക്ക് ഡാൻസ് കളിക്കോ? ഹേർട്ട് ആവല്ലേ? എന്റെ ഫേവറേറ്റ് പ്രോഗ്രാം തുടങ്ങാൻ പോവാ. ഞാൻ പോവാണേ. ഇനി നിന്നെ മീറ്റ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ കൈ തന്നിരിക്കും. അതെയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കൈ പിടിച്ചോട്ടെ?